ഉള്ളവർക്ക് മാത്രമേ ഇത് ഹാർട്ടിൻ്റെ കോസ് കൊണ്ടാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു പൂച്ച പോലൊരു കരയുന്ന ശബ്ദം ചിലർക്ക് കേൾക്കാനായിട്ട് പറ്റും. അത് നമ്മളെ എക്സലേഷൻ, വെളിയിലോട്ട് ശ്വാസം തള്ളുമ്പോൾ ഈ റോങ്ക എന്ന് പറയുന്ന ശബ്ദം നമുക്ക് ചിലപ്പം കേൾക്കാനായിട്ട് പറ്റും. ഞങ്ങൾ ചെത്ത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും കേൾക്കാൻ പറ്റും. അവനവൻ്റെ ശ്വാസം വിടുന്ന ശബ്ദം അവനവന് ചിലപ്പം കേൾക്കാനായിട്ട് പറ്റും. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇന്ന് ചികിത്സാ രംഗങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ലെവോളിൻ, സാൽബിറ്റമോള്, സൽമീട്രോള്, അതുപോലെ ഇൻഹേലർ, റൊട്ടാഹൈലർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കാം. ചില ആൾക്കാർ ചോദിക്കും, ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്നത് സേഫാണോ, ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്നത് സേഫാണോ, അതുകൊണ്ട് കുഴപ്പം വല്ലതും വരുമോ? ഇല്ല സഹോദരി, ഇത് ഉപയോഗിക്കുന്നതോടെ യാതൊരു കുഴപ്പവുമില്ല. വെൻഡോളിൻ ഉപയോഗിച്ചാലും സെറോഫോളോ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് നീ ഗർഭിണിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള എറോകോട്ട് ഉപയോഗിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. കോർട്ടിസോണിൻ്റെ അംശമുണ്ടെങ്കിലും അത് ബ്ലഡിൽ കലരത്തില്ല, പകരം അത് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ തന്നെ പിടിച്ച് അലിഞ്ഞു പോക്കോളും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം, ഇത് ഇൻഹേൽ ചെയ്ത ഒരു കാര്യം എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇൻഹേൽ ചെയ്യാം. 3, 4, 5 തവണയൊക്കെ ഇൻഹേൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം, ഇൻഹേൽ ചെയ്തതിന് ശേഷം നിങ്ങൾ അടങ്ങിയിരിക്കണം. അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം. നിങ്ങൾ പിന്നെയും കളയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടെല്ലാം കൂടെ കൂടും. അതുപോലെ ഡോക്ടർമാർ പറയുന്നത് അനുസരിക്കണം. പക്ഷേ ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹമാണെന്ന് ജീവിച്ചിരിക്കണത്. ഇത് മറ്റാർക്കും ചികിത്സിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചിന്തകളൊക്കെ ഉണ്ട്. പക്ഷേ ഡോക്ടർമാരാണത് ചികിത്സിക്കേണ്ടത്. PFT ചെയ്യാം, എക്സ്റേ എടുത്താലും ഒന്നും കാണത്തില്ല. പകരം ചില സമയത്ത് ക്രോണിക് ആസ്മയാണെങ്കിൽ ട്രാൻസ്ലൂസൻസി കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഇങ്ങനെയുള്ളൂ. നിങ്ങളൊരു ആസ്മ രോഗിയാണോ, വല്ലപ്പോഴും ആസ്മ വരുന്ന ആളാണോ, നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. ഇന്ന് ഇൻഹേലറും നെബുലൈസേഷനും ഒക്കെ അവൈലബിളാണ്. നിങ്ങളുടെ ആസ്മ മാറും. ഡോക്ടർമാർ പറയുന്ന പോലെ നമ്മൾ ആശ്രയിച്ചാൽ എൻ്റെ അസുഖങ്ങളൊക്കെ മാറി ദൈവത്തിൻ്റെ കൃപയാൽ. ഇതെല്ലാം കേട്ടതായിട്ടുള്ള എൻ്റെ പ്രിയ ശ്രോതാക്കൾക്കും ആസ്മ രോഗികൾക്കും എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രയർ ക്ലിനിക്കിൻ്റെ